തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സുകൾ ഡിവൈഎഫ്ഐ ഇപ്പോൾ തടയുകയാണ്. സമരം ഒത്തുതീർപ്പായിട്ടും സർവീസ് നടത്താതിരുന്ന സ്വകാര്യ ബസ്സുകളാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്നത്. അഭിജിത്ത് അവിടെയുണ്ട്. അഭിജിത്ത്, ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ വന്നിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? സമരം തീർന്നിട്ടും ബസ് ഉടമകൾ എന്താ ബസ് സർവീസ് നടത്താത്തത്? ഡോക്ടർ അരുൺകുമാർ, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ചെറിയൊരു സംഘർഷത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി തൊട്ടിൽപ്പാലം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്ക് ചില ആളുകളുടെ മർദ്ദനമേറ്റത്. അതിനു പിന്നാലെ ബസ്സുകൾ കഴിഞ്ഞ 3 ദിവസമായി പണിമുടക്കിലായിരുന്നു. പക്ഷേ ഇന്നലെ തലശ്ശേരി ASPയുടെ നേതൃത്വത്തിൽ വേണ്ട ഓടണ്ട 2 ദിവസം ഇതായിക്കോട്ടെ. ഇന്നലെ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ വെള്ളടിച്ചത് അവരുടെ വണ്ടി റിവേഴ്സ് ഇടും. അഭിജിത്ത്, യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? ബസ് സർവീസ് തലശ്ശേരി മേലൂർ റൂട്ടാണ്. ഈ റൂട്ടുമായി സമരത്തിന് യാതൊരുവിധ ബന്ധവുമില്ല. പെരിങ്ങത്തൂരിൽ നടന്ന സമരത്തിന് ഇവർ ഓടിക്കാതിരിക്കുക. അരുൺകുമാർ, നമുക്കൊക്കെ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാവ് ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇതിപ്പോൾ ഇന്നലെ സർവീസ് നടത്തുമെന്ന് പറഞ്ഞു, പിന്നാലെ ചില ബസ്സുകൾ സർവീസ് നടത്തിയില്ല. അതിനെതിരെയാണോ നിങ്ങൾ? അതെ, സർവീസ് നടത്താത്ത ബസ്സുകൾക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. സർവീസ് നടത്തിയ ഒരു ബസ്സിനെയും ഞങ്ങൾ തടയുന്നില്ല. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരവുമായി സർവീസ് നടത്തിയിട്ടുണ്ട്. ഈ ബസ്സിലെ തൊഴിലാളികൾ സർവീസ് നടത്താൻ തയ്യാറായിട്ടുള്ള ബസ് തൊഴിലാളികളെ അസഭ്യം വിളിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് ഇതിനെതിരായി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് ഇന്നലെ KL58 പാനൂർ റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ആഹ്വാനം ചെയ്ത പണിമുടക്ക്. ആ പണിമുടക്കിലെ അഡ്മിന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 പേരെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തു. അതിൽ 3 പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. ഒരാൾ മാത്രമാണ് ഏതെങ്കിലും ഒരു സമയത്ത് ബസ്സിൽ പണിയെടുക്കുന്നത്. നമ്മൾ കാണേണ്ടത് മുന്നേ വാട്സപ്പ് ഹർത്താലിന് കേരളത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ഇപ്പോ ഇതാ ഒരു തൊഴിലാളി പോലും ആഹ്വാനം ചെയ്യാതെയാണ്. ഈ ബസ്സുകൾ ഇനിയും തടയുമെന്നാണോ നിങ്ങൾ? ഇവർക്ക് പറ്റിയ തെറ്റാണ്. ഒരു നാഥനില്ലാത്ത ഹർത്താലായിരുന്നു എന്ന് പറഞ്ഞാൽ അധികാരികൾ തുച്ഛമായ വലിയ കാര്യമില്ല എന്ന് തോന്നുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. എന്തായാലും ബസ് സർവീസ് നടത്തട്ടെ. അവർ സർവീസ് നടത്തുകയാണെങ്കിൽ അവർ നടത്തട്ടെ. ഇനി ആ സമരത്തിൻ്റെ പേരിൽ ഇനി വീണ്ടും ബഹളം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ പറഞ്ഞു തീർക്കുക. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടെന്ത് കാര്യം?